മോദി തരംഗം അസ്തമിക്കാറായപ്പോൾ ഭരണവിരുദ്ധ വികാരമാണ് ബി.ജെ.പിക്ക് 5 സംസ്ഥാനങ്ങളിലും തിരിച്ചടി നൽകിയത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിലയിരുത്തപ്പെടുന്നതിനാൽ ആവനാഴിയിലെ അവസാന അമ്പും ബി.ജെ.പിക്ക് ഇനി പുറത്തെടുക്കേണ്ടി വരും. ബി.ജെ.പിയുടെ കനത്ത പരാജയം മറുവശത്ത് പ്രതിപക്ഷ ഐക്യനിരയ്ക്ക് ശക്തി പകരുന്നുണ്ട്. മാത്രമല്ല, ദിവസമെന്നോണം സഖ്യകക്ഷികൾ പ്രതിപക്ഷ നിരയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന ശിവസേനയെ ഒപ്പം കൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ബി.ജെ.പി. 1990 മുതൽ NDA സർക്കാരിൽ സഖ്യകക്ഷിയാണ് ശിവസേന. എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതു മുതൽ ശിവസേന NDAക്കെതിരെ തിരിഞ്ഞു തുടങ്ങി. ഒരുപക്ഷെ പ്രതിപക്ഷത്തേക്കാൾ മോദിയെയും സർക്കാരിനെയും ആക്രമിക്കുന്ന തരത്തിലേക്ക് ബി.ജെ.പിയുടെ പ്രധാന ശത്രുവായി ശിവസേന മാറി. മോദി സർക്കാരിനെതിരായ പ്രതിപക്ഷ പാർട്ടികളുടെ ആദ്യ അവിശ്വാസ പ്രമേയത്തിലുൾപ്പെടെ NDAക്ക് ശിവസേന പാലം വലിച്ചു. അവസാന നിമിഷം വരെ വിട്ടുനിൽക്കാൻ BJP അധ്യക്ഷൻ അമിത് ഷാ ശിവസേനയോട് ആവശ്യപ്പെട്ടെങ്കിലും ശിവസേന കാലുവാരി. ഇതോടെ BJPയുമായുള്ള ശിവസേനയുടെ ബന്ധം കൂടുതൽ കലുഷിതമാകുമെന്ന് വിലയിരുത്തപ്പെട്ടു. അവിശ്വാസ പ്രമേയത്തിനു ശേഷം കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ വാനോളം പുകഴ്ത്തുകയും ചെയ്തിരുന്നു. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിനു പിന്നാലെ രാഹുലിനെയും കോൺഗ്രസിനെയും അഭിനന്ദിച്ച് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ രംഗത്തെത്തി. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ മോഹം തകർന്നടിഞ്ഞെന്ന് പറഞ്ഞ ശിവസേന നേതാവ് 5 സംസ്ഥാനങ്ങളിലും BJP മുക്തമായെന്നും പരിഹസിച്ചു. രാഹുൽ ഗാന്ധി മാത്രമാണ് കോൺഗ്രസ് വിജയത്തിന്റെ അമരക്കാരനെന്നടക്കം അദ്ദേഹം പുകഴ്ത്തി. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിശാല പ്രതിപക്ഷ ഐക്യത്തിലൂടെ മോദി സർക്കാരിനെ പരാജയപ്പെടുത്താനുള്ള കിണഞ്ഞ പരിശ്രമത്തിലാണ് കോൺഗ്രസ്. കൂടുതൽ പ്രാദേശിക സഖ്യങ്ങളെ കൂടെ കൂട്ടി വിശാല സഖ്യം വിപുലീകരിക്കാനുള്ള തന്ത്രങ്ങളാണ് BJPക്കെതിരെ കോൺഗ്രസ് പയറ്റുന്നത്. വിശാല സഖ്യത്തിന് ശക്തി പകർന്ന് 21 പാർട്ടികൾ കോൺഗ്രസുമായി കൈകോർക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം NDA സഖ്യകക്ഷിയായ രാഷ്ട്രീയ ലോക് സമതാ പാർട്ടിയും BJPയോട് തെറ്റിപ്പിരിഞ്ഞ് പുറത്തുപോയി. RLSP അധ്യക്ഷൻ ഉപേന്ദ്ര കുശ്വാഹ കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച നടത്തി. ഇതോടെ പരാജയ ഭീതിയിൽ ശിവസേനയെ ഒപ്പം കൂട്ടാനുള്ള ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ് BJP. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശിവസേനയുമായി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ചർച്ച നടത്തും. നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഈ സഖ്യം തന്നെ പയറ്റാനാണ് പാർട്ടി തീരുമാനം. അതേസമയം പകുതി സീറ്റ് ലഭിക്കണമെന്ന ശിവസേനയുടെ ആവശ്യം BJP അംഗീകരിക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇതുവരെയും BJPയുമായുള്ള ചർച്ചയെക്കുറിച്ച് ഉദ്ധവ് താക്കറെ പ്രതികരിച്ചിട്ടില്ല. ഇനി ഇത് സംബന്ധിച്ച് ഒരു സമവായത്തിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റൊരു രാഷ്ട്രീയ സമവാക്യത്തിന് അടക്കം ദേശീയ രാഷ്ട്രീയം വേദിയാകും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.